ഹരേ കൃഷ്ണ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഒരു 2 സ്പൂൺ ചോറും 2 സ്പൂണേ ഉള്ളൂ കേട്ടോ, ഒരു കപ്പ് ചോറും ഇതൊക്കെയാണ് ഞാൻ ജിമ്മിന് പോയി വന്നിട്ട് കഴിച്ചതാണ് കേട്ടോ. മുളപ്പിച്ച പയറും അതും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഉപ്പേരിയും, അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഫുഡാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മോൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ വിചാരിക്കും. അപ്പം അടുത്ത ദിവസം എന്തായാലും ഇഡ്ഡലിയാണ്. അപ്പം ഞാൻ കുറച്ച് ഉഴുന്ന് അധികം പുതിർത്തിയിട്ടോ. അപ്പം ഞാൻ വന്നിട്ട് വെച്ചാൽ ജിമ്മിന് പോയി വന്നിട്ട് കൈകാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ആയിട്ടാണ് കേട്ടോ ഊണൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഞാനൊന്ന് അവിടെ ഇരുന്നു. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്ക് വട ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അവൻ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ, ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വട വെച്ചാൽ ആ ആകൃതിയിലൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം രാവിലെ അരിയൊക്കെ പുതിർത്ത് വെച്ചിട്ടാണ് പോയത്. ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് പോവുക. തല കുളിക്കാറില്ല കേട്ടോ. രാവിലെ കുളിച്ചിട്ട് തൊണ്ടവേദന വരിക. വന്നപാട് തല കുളിച്ചാലും തൊണ്ടവേദന വരിക, വിയർപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് മേല് കുളിച്ചിട്ടാണ് അങ്ങനെ പോവുക കേട്ടോ. കുളി ഇപ്പം വൈകുന്നേരമാക്കി, കാരണം തീരെ പറ്റുന്നില്ല. തൊണ്ടവേദനയും തലവേദനയും ജലദോഷമൊക്കെ വരിക നമ്മളിങ്ങനെ വിയർക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ മോൻ വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആ ഉഴുന്ന് നല്ലോണം അരച്ചിട്ട് നല്ലോണം കൈകൊണ്ടൊന്നിങ്ങനെ അതാക്കി കഴിഞ്ഞാൽ നല്ലൊരു പദം കിട്ടും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം ഒന്ന് അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ടാണ് അതിന് ശേഷമാണ് എന്ത് ചെയ്യുക നമ്മൾ ഉണ്ടാക്കുക. അപ്പം കുറച്ച് നേരം മോൻ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ ആ മാവ്. പിന്നെ അങ്ങനെ ഓരോ പണിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇഡ്ഡലിക്ക് അരച്ച് വെക്കുക. അവൻ വരുമ്പോഴേക്കും എല്ലാ പണികളും കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒരു 3 മണിയാകുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. റെസ്റ്റ് എടുക്കൽ ഇപ്പോൾ വളരെ കുറവാണ്, റെസ്റ്റ് കുറവാണ്. കാരണം രാവിലെ എണീക്കും, 5 മണിക്ക് തന്നെ എണീക്കും. രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് പോവുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മോൻ വരാനാകുമ്പോഴേക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ആ മാവിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ വന്നാൽ ചൂടോടെ ഉണ്ടാക്കാന്നുള്ള പാകത്തിനാണ് അതെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് വൈകുന്നേരം നേരത്തെ ഫുഡുണ്ട്. 5:30 to 6:30 ഇടയിലാണ് ഞാൻ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കിനോവാൻ്റെ ഉപ്മാവാണ് കേട്ടോ. കാരണം പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. ജാസ്തി കാർബ്സ് തീരെ കുറച്ചിട്ടുണ്ട്. പക്ഷേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക കേട്ടോ, നല്ല ഭക്ഷണം കഴിക്കുക. കാർബ്സ് ഒന്നും അധികം ഇല്ലാത്ത, കുഴപ്പമൊന്നുമില്ലാത്ത നല്ല നല്ല ഭക്ഷണങ്ങളാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വേഗം അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചാൽ 4:30 ആകുമ്പോഴേക്കും എനിക്ക് കഴിക്കാമല്ലോ. 5:30 6 മണി ആകുമ്പോഴേക്കും എനിക്ക് കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഉപ്മാവിനുള്ളത് ഞാൻ എന്ത് ചെയ്തു, എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് പേരക്കയാണ് കേട്ടോ. ഈ പേരക്ക എനിക്ക് വയറ് കൊള്ളുന്നില്ല. എനിക്ക് 3 മണിക്ക് കഴിക്കേണ്ടതാണ്. പക്ഷെ ഉച്ചയ്ക്ക് നിറച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ പയറും ഇതൊക്കെ മുളപ്പിച്ചതും, പിന്നെ നമ്മളെ പനീർ, തൈര്, പിന്നെ എന്തൊക്കെ അറിയില്ല, ദാൽ കറി, ഇതെല്ലാം കഴിച്ചത് കൊണ്ട് തന്നെ എൻ്റെ വയറ് ഫുള്ളാണ് കേട്ടോ. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ എടുത്തു വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്താണ്, പിറ്റേന്നേക്ക് അടുത്ത ദിവസത്തേക്കുള്ള ഇഡ്ഡലിക്ക് അരച്ച് വെച്ചു കേട്ടോ, മാവ് അരച്ച് വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് അത് മടക്കി വെക്കണം. മോനേട്ടൻ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യട്ടെ. ഇനി മോനേട്ടൻ വന്നിട്ട് ഇത് ചെയ്യാൻ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത്, എനിക്കിപ്പോൾ സമയമുണ്ടല്ലോ, അപ്പം ഞാൻ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വിരിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോക്കുകൊണ്ട് വിരിയൊക്കെ അലക്കുന്നതൊക്കെ ഒന്ന് കുറവാണ്. അപ്പോൾ ഞാൻ ഇന്നൊക്കെ അലക്കിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്കും എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. രാവിലെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു വീഡിയോ, പക്ഷേ വീഡിയോ എടുക്കാൻ നിന്നാൽ സമയം പോകും. അതുകൊണ്ടാണ് രാവിലെ വീഡിയോ എടുക്കാതെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, വേഗം വട ഉണ്ടാക്കുകയാണ് കേട്ടോ. വട ഉണ്ടാക്കുകയാണ്. അപ്പം അവനോടെന്തോ ഒരു തർക്കുത്തരം എന്തോ പറഞ്ഞിട്ടാണ് അവനോട് ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചത് കേട്ടോ. പിന്നെ അങ്ങനെ വലിയൊരു വടയൊന്നും അല്ല കേട്ടോ, ഉഴുന്നുണ്ട് എന്ന് തന്നെയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് ചായയല്ല, അവന് വടയും ചുക്കുവെള്ളം എല്ലാം കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 4:30 1 മണിക്കൂർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
കഴിക്കാലോ എന്നുള്ള പാകത്തിനാണ് ഞാൻ വേഗം എന്താണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഭയങ്കര വേവാണ് കേട്ടോ ഈ കിനോവ പറഞ്ഞെങ്കിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിപ്പോയി ഉണ്ടാക്കിയത്. എനിക്കറിയില്ല നമ്മൾ റവയൊക്കെ എടുക്കുന്ന ആ ഒരു പാകമാണോ ഏത് പാകമാണ് അല്ല ആ ഒരു അളവാണോ എന്നറിയില്ല. ഇത് നല്ലോണം ആയിപ്പോയി കേട്ടോ. നല്ലോണം വെള്ളവും വെക്കണം, നല്ലോണം ഒരു 10-20 മിനിറ്റോളം വേവും വേണം കേട്ടോ. ഈ കിനോവ പറഞ്ഞാൽ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഇനി എന്തായാലും എടുക്കുമ്പോൾ ഒക്കെ കുറയും. ഇത് കുറേ ഉണ്ട്, കുറേ കാലത്തേക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ ഉപ്മാവ് അവിടെ അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ ചുക്കുവെള്ളം വെക്കാൻ വന്നു കേട്ടോ. ചുക്കുവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മോഹനേട്ടനും എനിക്കും മോനും ഒക്കെ വെള്ളം കൊണ്ടുപോകണം, കുടിക്കാനൊക്കെ ആകുമ്പോൾ എത്ര വെള്ളം വെച്ചാലും തികയുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അടുപ്പിൽ വെള്ളമൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിച്ചു വന്നു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോഹനേട്ടനും എത്തി. അപ്പോൾ മോഹനേട്ടന് ചായ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചായയും പിന്നെ വടയാണ് കേട്ടോ മോഹനേട്ടനുള്ള ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഇനി ഞാനും അപ്പം തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏകദേശം 5:45 5:50 6 മണി 6:30-6:30-ക്കുള്ളിലാണ് എനിക്ക് ഫുഡ് കഴിക്കേണ്ടത്. 5:30 to 6:30 ഇടയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, മോഹനേട്ടൻ അത് കൊടുത്ത് എനിക്കുള്ള ഭക്ഷണവും കൂടെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വയ്ക്കാൻ ടേസ്റ്റ് കുറവൊന്നുമില്ല, പക്ഷേ നമ്മൾ സാധാ കഴിക്കുന്ന ഒരു ഉപ്മാവിൻ്റെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടേസ്റ്റ് അധികം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ടേസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ കഴിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ഉപ്മാവ് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. മോഹനേട്ടൻ അവിടെ നിന്ന് ചായ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വിളക്ക് കത്തിച്ചു കേട്ടോ. വിളക്ക് കത്തിക്കാൻ പോയി. അപ്പോഴേക്ക് 6 മണി നമ്മൾ ആ ഒരു സമയത്താണല്ലോ വിളക്ക് കത്തിക്കുക. അപ്പോൾ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് ഭഗവാനെയൊക്കെ തൊഴുത് അങ്ങനെ ഇരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ പോയി ചട്നി അരച്ചു കേട്ടോ. അപ്പോൾ ചട്നി അരച്ചിട്ട് പിന്നെ ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. ചട്നി അരയ്ക്കുമ്പോൾ ഞാൻ ഫോൺ ചാർജിലിട്ടതായിരുന്നു. കാരണം രാത്രി എനിക്ക് 8 മണിക്ക് ലൈവ് ഉള്ളതല്ലേ. അപ്പം അതിനു മുമ്പേ എന്ത് ചെയ്യാം, ഇത് അതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി, കുറച്ച് ദോശ ഉണ്ടാക്കിയുള്ളൂ. വട കഴിച്ചുകൊണ്ട് ആർക്കും വലിങ്ങനെ വിശപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇത് ഉച്ച മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് പിന്നെ നമ്മുടെ ലൈക്കും കമൻറ്റും ഷെയറും സബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞു വീഡിയോ ആണ്, കുറേ ആയിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂസും എല്ലാം കുറവാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും പറയുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയാം അല്ലേ. വേറെ എന്താ, ഇത് മോനേട്ടനും മോനും കൊടുക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ ഭക്ഷണവും കഴിഞ്ഞല്ലോ. അങ്ങനെ എൻ്റെ ഈ വിശേഷങ്ങളും ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.